ഈ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ സംവരണം വലിയ തോതിൽ മോദി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതായത് ഈ കോൺഗ്രസ് ഈ OBC സംവരണം വെട്ടിക്കുറച്ച് അതിൽ നിന്ന് തട്ടിപ്പറിച്ച് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്നു എന്നാണ്. 2004 ആന്ധ്രയിൽ ഇങ്ങനൊരു YS രാജശേഖര റെഡ്ഡിയുടെ കാലത്തൊക്കെ ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് ഇത് നടപ്പാക്കിയിരുന്നു എന്നും പറഞ്ഞിരുന്നു. 4% എടുത്തിട്ട് കൊടുക്കുന്ന പരിപാടി. അത് ആന്ധ്ര ഹൈക്കോടതി അത് റദ്ദാക്കി സുപ്രീം കോടതിയിൽ ഇപ്പോൾ അത് പെൻഡിങ് ആയിട്ട് കിടക്കുന്നു. ഇത് നോക്കുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ 1957 EMS സർക്കാർ 10%, അത് പിന്നീട് 10% PSC സംവരണം കൊടുത്ത് പിന്നെ അത് 12 ആക്കി ഉയർത്തുകയൊക്കെ ചെയ്തിരുന്നു. ഭരണഘടനയിലാണെങ്കിൽ ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ വലിയ ചർച്ച ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സംവരണം, ഹിന്ദുക്കളിലെ ആ പിന്നാക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്കാണ് ഈ സംവരണം ഉദ്ദേശിക്കുന്നത്, മതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, പിന്നാക്കക്കാർക്കാണ് എന്നുള്ളത് അംബേദ്കർ വളരെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള ഈ മുസ്ലിങ്ങൾക്ക് നടപ്പാക്കിയിരിക്കുന്ന മതസംവരണം ശരിയാണോ? അല്ല, അതിനകത്തൊരു കാര്യമുള്ളത്, സംവരണത്തിൻ്റെ ചരിത്രം ഇന്ത്യയിൽ തുടങ്ങുന്നത് 1902 1900 സാഹു നാലാമൻ എന്ന് പറയുന്ന കൊലഹാപൂരിലെ മഹാരാജാവ് സംവരണം നടപ്പിലാക്കി. ആർക്കാണ് എന്ന് വെച്ചാൽ ഹിന്ദു മതത്തിലെ പിന്നാക്ക ജാതിക്കാർക്കാണ്. എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ജാതി വിവേചനത്തിൻ്റെ പേരിൽ അധികാരത്തിലും പണത്തിലും പദവികളിലും ഒന്നും ആധിപത്യമില്ലാത്ത, പങ്കാളിത്തമില്ലാത്ത ഒരു ജനവിഭാഗമാണ് അവരെ അതിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടി സംവരണം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. മുസ്ലിങ്ങളാണെങ്കിൽ ധാരാളം കാലം ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അല്ല, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സംവരണം ഏർപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഇവരെ സാമ്പത്തികമായി സുശക്തമാക്കാനും സാമൂഹികമായി ഇവരുടെ സാന്നിധ്യം ഭരണത്തിൽ ഉറപ്പിച്ചു നിർത്താനുമാണ് എന്നാണ്. ഇതേ കാര്യം തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും സ്വീകരിച്ചത് എന്നതാണ് വസ്തുത. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ പ്രശ്നം ചൂടേറിയ ചർച്ചകൾ വന്ന സമയത്ത് മതം മാനദണ്ഡമാക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമായി ഉന്നയിക്കപ്പെട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം മതത്തിൽ അതിൻ്റെ തത്വമനുസരിച്ച് ജാതി വ്യവസ്ഥ ഇല്ല. എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അല്ലാഹുവിലും ഗബ്രിയേൽ മാലാഖയിലും ഗബ്രിയേൽ മാലാഖ വഴി അല്ലാഹു ഉദീരണം ചെയ്തു കൊടുത്ത ദൈവവാക്യങ്ങളും ആ ദൈവവാക്യങ്ങൾ കേട്ട് അതിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത പ്രവാചകനിലും ആ പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണ് എന്നും അല്ലാഹു ഈ നൽകിയിരിക്കുന്ന ഖുർആൻ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റാണ് പരമമായ വേദമെന്നും അതനുസരിച്ച് 5 നേരം നിസ്കരിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്ത് ജീവിക്കുന്ന ഏതൊരാളും ഒരു മുസ്ലിമാണ്. ഒരു മുസ്ലിമും വേറൊരു മുസ്ലിമും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മാത്രവുമല്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ മുസ്ലിമാണ് എന്ന് അയാൾക്ക് സ്വയം ഡിക്ലെയർ ചെയ്യാം. അതിനകത്ത് ക്ലർജി ഇല്ല. പൗരോഹിത്യത്തിന് യാതൊരു റോളുമില്ല. പൗരോഹിത്യത്തിന് യാതൊരു റോളും ഇല്ലാതെയാണ് ഈ ഖുർആൻ വന്നിരിക്കുന്നത്. അത് പിന്നീട് പൗരോഹിത്യം കൈയടക്കി എന്നുള്ളത് വേറൊരു വസ്തുതയാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇസ്ലാം മതത്തിൻ്റെ കേന്ദ്ര തത്വമെന്നും അതുകൊണ്ട് ജാതി വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നാക്കാവസ്ഥ ഇസ്ലാമിൽ ഇല്ല എന്നും അന്ന് ഉണ്ടായിരുന്ന മുസ്ലിങ്ങളിൽ എത്രയുണ്ട് 30-40 പേരോ മറ്റോട്ടുണ്ടായിരുന്നു മുസ്ലിം മെമ്പർമാർ. അതിൽ കുറേ പേര് 12 പേരോ 13 പേരോ മറ്റോ ഇത് പാകിസ്ഥാനിലേക്ക് പോയി, ബാക്കിയുള്ളവരെ അവശേഷിച്ചിരുന്നു. അവരെല്ലാവരും ഇത് ബാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മതം ഒരു കാരണവശാലും ഒരു പ്രമാണമായി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുകയും അന്ന് ഈ സാഹു നാലാമൻ പറഞ്ഞ അല്ലെങ്കിൽ സാഹു നാലാമൻ ഉന്നയിച്ച ഇക്കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നിർണ്ണയിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ജാതിയാണ് സംവരണത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡം. അതെന്താ? അത് 3 വിഭാഗമുണ്ട്: SC, ST, OBC. ഈ SC, ST, OBC വിഭാഗങ്ങൾക്ക് ഭൂമിയിൽ ആധിപത്യമില്ല, സമ്പത്തിൽ ആധിപത്യമില്ല.
അവർക്ക് സാമൂഹിക ജീവിതത്തിലും ആധിപത്യമില്ല. അത്തരക്കാരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അഫർമേറ്റീവ് ഡിസ്ക്രിമിനേഷനാണത്. അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അഫർമേറ്റീവ് ആക്ഷനാണ്. ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അത് അംഗീകരിക്കുകയാണ്. ഈ പ്രശ്നം ഏതാണ്ട് 8-10 പ്രാവശ്യം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. അവസാനമായി ഈ പ്രശ്നം വന്നത് ഇന്ദിരാ സാഹ്നി കേസിലാണ്. അവസാനമായിട്ട് ഈ പ്രശ്നം ചർച്ച ചെയ്തത്. ഇന്ദിരാ സാഹ്നി കേസിൽ വേറെ 3 കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമാണ്. ക്ലാസ് എന്നൊരു സങ്കല്പം മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്നിരുന്നു. ആ ക്ലാസ്സിനെ കാസ്റ്റുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ജഡ്ജ്മെൻറ്റ് നടത്തിയത് ഇന്ദിരാ സാഹ്നിയിലാണ്. ക്ലാസ് എന്നിവിടെ പറഞ്ഞാൽ അത് കാസ്റ്റ് എന്നാണെന്ന് അതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മതം ഒരു കാരണവശാലും സംവരണം കൊടുക്കാനുള്ള മാനദണ്ഡമാകാൻ പാടില്ല. ഏതെങ്കിലും മതത്തിൽപ്പെട്ട എല്ലാവർക്കും സംവരണം കൊടുക്കുന്നത് തെറ്റുമാണ്, ബ്ലാങ്കറ്റായിട്ട് കൊടുക്കുന്നത് തെറ്റാണ്. മൂന്നാമത്തെ കാര്യം, സംവരണത്തിൻ്റെ മാനദണ്ഡം ഒരു സംശയവും വേണ്ട, ജാതി തന്നെ ആയിരിക്കണം. കാരണം അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ്. എന്നിട്ട് ഓരോ കമ്മീഷൻ, ആദ്യം കലേൽക്കർ കമ്മീഷൻ വന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ കമ്മീഷനാണ് മണ്ഡൽ വരുന്നത്. ഓരോ കമ്മീഷനും അവരവരുടെ ജാതിയുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു കണക്കനുസരിച്ച് 5000-ലേറെ ജാതികളും ഉപജാതികളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നതാണ് ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ നമ്പൂതിരിമാരിൽ തന്നെ 64 ജാതികളുണ്ട്. നമ്മുടെ കാണിപ്പയ്യൂരിൻ്റെ രാമൻ വായിച്ചിട്ടുണ്ടല്ലോ, അത് കാണിപ്പയ്യൂരിൻ്റെ ആത്മകഥ എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്കാലത്തെ സാമൂഹികമായ പശ്ചാത്തലം മനസ്സിലാക്കാൻ, നമ്മുടെ സമൂഹം ഏതെല്ലാം തരത്തിലാണ് ഇപ്പോൾ നീങ്ങിയിരുന്നതെന്ന് അറിയാൻ ആ പുസ്തകം തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ കാണിപ്പയ്യൂർ ഇതിനകത്ത് 64 എണ്ണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ജാതിയിലും ഉപജാതികളൊക്കെ ആയിട്ട് തരംതിരിഞ്ഞ് നിൽക്കുന്ന ഈ ഘടന ഇന്ത്യയിൽ, അതും ഹിന്ദു മതത്തിൽ മാത്രമുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നാക്കം നിൽക്കുന്നവരെ ഈ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. അത് ഇന്ദിരാ സാഹ്നി കേസിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പേ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രവുമല്ല, ഈ 50% കവിഞ്ഞ് പോകരുത് എന്നുള്ളൊരു കാര്യം അത് ന്യായയുക്തമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് മെറിറ്റായിരിക്കണം. മെറിറ്റാണ്. അതെന്താ കാരണം? മെറിറ്റിനെ അപ്പാടെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും സർവൈവ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് മെറിറ്റായിരിക്കണം. പക്ഷേ മെറിറ്റിൻ്റെ നിർവചനത്തിൽ ഇവർ കാലാകാലങ്ങളായി അനുഭവിച്ചിട്ടുള്ള പീഡാനുഭവത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർക്ക് ഇത് വരുന്നത്. അപ്പോൾ അത് ഒരു കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കും. സർവ്വമണ്ഡലുകളുടെയും തലതൊട്ടപ്പനായ കർപ്പൂരി ഠാക്കൂർ ബീഹാറിൽ നടപ്പാക്കിയപ്പോൾ 26% സംവരണം ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഉണ്ടായിരുന്നു. ആ 26%-ന്റെ അകത്ത് സ്ത്രീകൾക്ക് 3% സംവരണം ഉണ്ടായിരുന്നു. സ്ത്രീകൾ എല്ലാവരും അബലകളാണ് എന്നുള്ള കാഴ്ചപ്പാട് ശരിയാണ്. അതിൽ മുന്നോക്കക്കാരിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്കും കർപ്പൂരി ഠാക്കൂറിൻ്റെ അതും ഈ ഇന്ദിരാ സാഹ്നിയിൽ ആ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കർപ്പൂരി ഠാക്കൂറാണ് ആദ്യമായിട്ട്, അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നൊരു മനുഷ്യനാണ്. ദരിദ്രനായി ജനിക്കാനും ദരിദ്രനായി ജീവിക്കാനും അധികാരത്തിൻ്റെ പടവുകളിൽ എത്തിയതിന് ശേഷം ദരിദ്രനായി മരിക്കാനും ഒരു മടിയും കാണിക്കാതിരുന്ന ഒരു മഹാനായ നേതാവാണ് കർപ്പൂരി ഠാക്കൂർ. അദ്ദേഹത്തിൻ്റെ മകൻ ഈ മോദി മന്ത്രിസഭയിൽ ഇത്തവണയുണ്ടല്ലേ. വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് മാത്രമല്ല, അദ്ദേഹമാണ് പിന്നാക്ക സമുദായങ്ങൾക്ക് ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. കോൺഗ്രസ് ശിഷ്യന്മാരാണ് ഈ ലാലു അല്ല, എല്ലാവരും അവസാനം ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. കാരണം ശിഷ്യന്മാരുടെ പാതയായിരുന്നില്ല ഗുരുവിൻ്റെ പാത. കർപ്പൂരി ഠാക്കൂർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കേരളത്തിലെ കാര്യം എടുത്തു നോക്കാം. കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് കൊടുക്കുകയാണ്, മുസ്ലിം മതത്തിന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സംവരണത്തിൻ്റെ ആനുകൂല്യത്തിൽ കേരളത്തിൽ ഇതില്ല, ക്രീമി ലെയർ ഇല്ല. മണ്ഡൽ കമ്മീഷൻ പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമ്പോൾ ക്രീമി ലെയർ ഉണ്ട്. കേരളത്തിൽ അതില്ല. കേരളത്തിൽ ക്രീമി ലെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂസഫ് അലിയുടെ കുടുംബാംഗങ്ങൾക്കും
ഇവിടെ ഇരുന്ന് എന്താണ് ഈ ഫുട്പാത്തിലിരുന്ന് ചെറിയ പെറ്റി ട്രേഡറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിമിനും ഒരേ പരിഗണന സംവരണത്തിൽ കൊടുക്കുകയാണ്. ഇത് തെറ്റാണ്. കാരണം ഒരു മതത്തിന് ബ്ലാങ്കറ്റായിട്ട് കൊടുക്കുകയാണ്. പാണക്കാട് കുടുംബാംഗങ്ങൾക്കും ഈ സംവരണത്തിന് അർഹമാണ്. അവർ പോകുന്നില്ല, അത് വേറെ പ്രശ്നം, അവരുടെ ഔദാര്യം, അത്രയേ ഉള്ളൂ. നഹമാർക്കും കോയമാർക്കും തങ്ങൾമാർക്കും അതുപോലുള്ള മറ്റ് സ്ഥാനി ഇസ്ലാമികൾക്കും എല്ലാം ഇത് ഇവർ കിട്ടാവുന്നൊരു സാഹചര്യം വരെയാണ്. ജന്മികൾക്ക് ഇത് കിട്ടുന്നൊരു സാഹചര്യം വരെയാണ്. അങ്ങനെ ഒരു മതത്തെ മൊത്തത്തിലെടുത്തുകൊണ്ട് സംവരണം കൊടുക്കുന്ന ഒരു രീതി ഭരണഘടനയ്ക്കെതിരാണ്. അതെ. ഇനി രണ്ടാമത്തെ കാര്യം, അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയം എനിക്കതിനകത്ത് തോന്നിയിട്ടുള്ളത്, ഖുറാൻ അനുസരിച്ചിട്ട് മുസ്ലിം ബ്രദർഹുഡാണ്. അതെ. ഒരു മുസ്ലിമിനെ വേറൊരു മുസ്ലിം മാറ്റി നിർത്താൻ പാടില്ല. അപ്പോൾ ഇവിടെ മുസ്ലിമിനെ മാറ്റി നിർത്തുന്ന രീതിയിൽ ഞങ്ങൾക്കൊരു ജാതി വ്യവസ്ഥ ഇതിനകത്തുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതെന്താകും? ഖുറാൻ വിരുദ്ധമാകും. കാരണം ഖുറാൻ അത് അംഗീകരിച്ചിട്ടില്ല. അല്ലാഹുവിൻ്റെ ഇതിൽ ഇവർക്കൊക്കെ തുല്യ സ്റ്റാറ്റസാണ് കൊടുത്തിരിക്കുന്നത്. ആ തുല്യത ഉള്ള സ്ഥിതിക്ക് ഇവർക്കിത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ജാതി വ്യവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഖുറാൻ വിരുദ്ധമാകും. ഖുറാൻ വിരുദ്ധമായി കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ശിക്ഷയുള്ളൂ. ഖുറാനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ മരണമാണ് ശിക്ഷ. അപ്പോൾ ഈ കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായം പറയണം. ഇനി മുസ്ലിം സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായിട്ടും ബാഹ്യമായിട്ടും പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ 10% സാമ്പത്തിക സംവരണത്തിൽ അവർക്കും അർഹതയുണ്ട്. അതുണ്ട്. അപ്പോൾ അതിൽ ചെയ്യാം. ഈ സംവരണം എന്ന് പറഞ്ഞാൽ 5000 വർഷക്കാലത്ത് നീണ്ടുനിന്ന ഒരു സമൂഹത്തിൽ നീണ്ടുനിന്ന ആ സമൂഹം അനുഷ്ഠിച്ചു വന്ന ചില അനീതികളുടെ പരിഹാരം എന്ന നിലക്ക് നിശ്ചയിച്ചിരിക്കുന്നതാണ്. ഇത് എക്കാലത്തേക്കും ഉള്ളൊരു പരിഹാരമല്ല, അങ്ങനെ കരുതുകയും ചെയ്യാൻ പാടില്ല. അതെ, അതും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. സംവരണം ഒരു താൽക്കാലികമായിട്ടുള്ള സംഗതിയാണ്, അത് എക്കാലത്തേക്കും ഉള്ളതല്ല. ഇപ്പോൾ സാമ്പത്തിക സംവരണം വന്ന അയാളുടെ സാമ്പത്തിക സ്റ്റാറ്റസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് സംവരണമില്ല. എനിക്കിതിനകത്ത് മറ്റൊരു കാര്യം കൂടി നിർദ്ദേശിക്കാനുണ്ട്. ഈ സംവരണം മുഴുവനും ഇതാത് സമുദായങ്ങളിലെ ഫസ്റ്റ് ജനറേഷന് വേണ്ടിയും മാറ്റിവെക്കണം. അതില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ശരാശരി മുക്കുവൻ്റെ മക്കളും കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്നൊരു മുക്കുവൻ്റെ മക്കളും എൻ്റെ മക്കളും കൂടി ഒരു മത്സര പരീക്ഷയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഒരുപക്ഷെ കൂടുതൽ മാർക്ക് കിട്ടിയെന്നിരിക്കും. കാരണം അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ മക്കൾക്ക് എന്നുള്ളത് മാറ്റി വെച്ച്, രാഹുൽ ഗാന്ധിയും കൂടി അങ്ങയുടെ മക്കളുടെ കൂടെ എഴുതുന്നുണ്ടെങ്കിൽ അങ്ങയുടെ മക്കൾക്ക് തന്നെ കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത, അത് ചാൻസ് ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധി, പക്ഷെ അങ്ങനെയൊക്കെ ഒരു ജന്മം അത്യപൂർവമായിട്ട് ഉണ്ടാകൂ. കാരണം ഇങ്ങനെ യാതൊരു ഉളുപ്പുമില്ലാതെ വിഡ്ഢിത്തം വിളിച്ചു കൂകാൻ ഒരു മനുഷ്യന് മടിയില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം തെല്ലും ഇല്ലാതിരിക്കണം. അല്പം ആത്മാഭിമാനമുള്ള ഒരാൾക്ക് തെറ്റ് പറയുമ്പോൾ ഒരു ചമ്മലുണ്ടാകും, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയല്ലോ എന്ന്. ഇത് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാണ്. കാരണം എന്തോ സെബിയുടെ ഇതനുസരിച്ചിട്ട് മോദി വരുന്നപ്പോഴേക്കും അവിടെ എന്തോ അത് ഓഹരിക്ക് എന്തോ ചാഞ്ചല്യം ഉണ്ടായി. എൻ്റെ ഒരു വിഷയമല്ലാത്ത കാരണം ഞാനത് നോക്കാറില്ല. അപ്പോൾ ആ ചാഞ്ചല്യം മോദി കുംഭകോണം നടത്തിയാണെന്ന് പറഞ്ഞ് പിറ്റേന്ന് മിണ്ടിയില്ല. കാരണം പിറ്റേന്ന് ഈ കുംഭകോണം മാറ്റിവെച്ചിട്ട് ഇതെല്ലാം ഷൂട്ടപ്പ് ചെയ്തപ്പോൾ പുള്ളി അത് മിണ്ടാതിരുന്നു. പിന്നെ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് പുള്ളി വിഡ്ഢിതങ്ങൾ പറഞ്ഞു, അത് ശരി പറഞ്ഞ സമയത്ത് പുള്ളി മിണ്ടാതിരുന്നു. അഗ്നിവീറിനെക്കുറിച്ച് പുള്ളി നുണ പറഞ്ഞു, സത്യം അറിഞ്ഞിട്ട് പുള്ളി മിണ്ടാതിരുന്നു. ഇങ്ങനെ നിരന്തരം തെറ്റും നുണയും പറയുകയും അത് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ അതിൽ യാതൊരു ഖേദവുമില്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആത്മാഭിമാനം ഇല്ല എന്ന് സ്വയം. ഇഗ്നറൻസ് ഈസ് ബ്ലിസ് എന്നല്ല, ഇഗ്നറൻസ് ഈസ് ദ സോഴ്സ് ഓഫ് ഹിസ് അറഗൻസ്. ഹീ ഈസ് അറഗൻറ്റ് ബിക്കോസ് ഹീ ഈസ് ഇഗ്നറൻറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് എത്ര വിനീതമായിട്ടാണ് തിരുത്തുന്നത്. കാരണം പറ്റിപ്പോയി, ക്ഷമിക്കണം എന്നല്ലേ പറയുള്ളൂ. ഇതങ്ങനെയില്ല, യാതൊരു ഇതുമില്ല.
പിന്നെ എതിര് നിന്ന് സംസാരിക്കുന്ന ഒരാളെ ഇന്നതേ പറയാവൂ എന്ന പ്രതിപക്ഷ ബഹുമാനമില്ല. അപ്പോൾ അതൊക്കെ പോയിക്കോട്ടെ. അദ്ദേഹമാണ് ഈ മത സംവരണത്തിന് വേണ്ടി ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇത് വലിയ അപകടം പിടിച്ചതാണ്. കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മതത്തിനും കൊടുക്കേണ്ടി വരില്ലേ? നിങ്ങൾക്ക് ഏത് ഗ്രൗണ്ടിൽ ഹിന്ദു മതത്തെ പിന്നെ മാറ്റി നിർത്താനും കഴിയും? ഇത് കൊടുത്ത് ഇപ്പം എന്ത് ബീഹാറിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ 65% അല്ല, അത് സ്ട്രൈക്ക് ചെയ്ത് സർവേ കളഞ്ഞു. അല്ല, 50% എന്നുള്ളത് അതിൻ്റെ ഒരു മഗ്നാ കാർട്ടയാണ്. അത് മാറ്റാൻ പറ്റില്ല. കാരണം മെരിറ്റ് ഉള്ള സർവീസ് നമുക്ക് ലഭിക്കണം എന്ന് മാത്രവുമല്ല, ഇന്ദിരാസാഹിനിയിലാണെന്ന് തോന്നുന്നു, ഇന്ദിരാസാഹിനിയിലാണോ അതിന് മുൻപുള്ള ഇതിലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, സ്പെസിഫിക് ആയിട്ടുള്ള ഹൈലി ടെക്നിക്കൽ നോളജ് വേണ്ട കാര്യങ്ങളിൽ ഇത് സംവരണം ബാധകമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുണ്ട്. അവിടെ നമുക്ക് സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ എടുത്തു വെച്ചാൽ അങ്ങനെ ടെക്നിക്കലി കോമ്പിറ്റൻ്റ് ആണെങ്കിൽ എടുത്തു വെക്കാം. ആരെങ്കിലും ഒരാൾ ഈ കേരളത്തിലെ മുസ്ലിം സംവരണം സംബന്ധിച്ച് കോടതിയിൽ കൊണ്ടുപോയൊരു കേസ് കൊടുത്താൽ ഇത് തള്ളിപ്പോകും എന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഈ OBC പോസിറ്റീവ് അഫർമേറ്റീവ് ആക്ഷൻ എന്നൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഈ കുറേ കഴിയുമ്പോഴേക്കും ഇതിനൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ അത് വലിയ പ്രശ്നമുണ്ട്. കാരണം ജോബിൻ്റെ സ്കോപ്പ് മാറി. ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് ഇത് പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറുമ്പോൾ ജോബ് അവിടെയാണ് ഓപ്പണിംഗ് വരുന്നത്. ആ ഓപ്പണിങ്ങിലേക്ക് കോമ്പീറ്റ് ചെയ്ത് പോകത്തക്ക വിധത്തിൽ ഇവരെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് സംവരണം. അതുകൊണ്ട് സംവരണം ഇവരുടെ പിന്നാക്കാവസ്ഥയെ സംരക്ഷിച്ച് നിർത്താനുള്ളതല്ല, പിന്നാക്കാവസ്ഥയെ മറികടന്നുകൊണ്ട് മുഖ്യധാരയിലേക്ക് ഇവരെ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് വേണ്ടിയുള്ളൊരു കാര്യമാണ്. അതിൽ നിന്ന് മാറിയിട്ട് ഇതിനെ ആരുപയോഗിച്ച് കഴിഞ്ഞാലും ഈ പ്രശ്നം വരും. ഈ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ വെച്ച് അവിടെയാണ് ക്ലാസ് എന്നാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ക്ലാസ്സിനെയാണ് ഇവർ കാസ്റ്റായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തിൽ, തൊഴിലിൽ, സാമൂഹിക രംഗങ്ങളിൽ, ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ, ഇൻഡസ്ട്രിയിൽ ഇവിടെയൊക്കെ ഇവരുടെ സാന്നിധ്യം എത്രയുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം കേരളത്തിൽ എടുക്കണം 1000 സമ്പന്നരെ എടുക്കുകയാണെങ്കിൽ ആരായിരിക്കും അതിനകത്ത് കൂടുതൽ? ടോപ്പായിട്ട് നിൽക്കുന്ന 1000 പേരെ എടുക്കുക. തീർച്ചയായിട്ടും ഇവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളായിരിക്കും അതിൽ വരിക. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സമ്പന്നൻ ഇദ്ദേഹമാണെന്ന് തോന്നണം, ഇല്ലേ? യൂസഫ് അലി ആണെന്ന് തോന്നണം. അപ്പോൾ അതിൽ താഴെ നിൽക്കുന്നവരാണ് ബാക്കിയൊക്കെ. അതിനകത്ത് വരുന്നവരൊക്കെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നതല്ല. അപ്പോൾ ആ സാമ്പത്തിക ശാക്തീകരണത്തിൽ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ സാമ്പത്തിക ശാക്തീകരണത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് പറയുന്നു. ഇത് പാലൊളി കമ്മിറ്റിയും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, അതൊന്നുമില്ല. കാരണം ഇതിനകത്തൊരു നീതിബോധം വേണ്ടേ? ആ നീതിബോധം ഇത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊടുക്കണമെന്ന് വാദിച്ചവരിൽ ഒരാൾ പാലൊളി കമ്മിറ്റിയുമാണ്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയം എന്താണ്? സംവരണം കൊടുക്കുകയാണെങ്കിൽ അത് സാമ്പത്തിക സംവരണമായിരിക്കണമെന്നാണ്. CPIയിൽ നിന്ന് വ്യത്യാസമുണ്ട്. അവർക്ക് CPIയിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല, EMS ആ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. EMSന് ശേഷം വന്നവരും അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ അഫർമേറ്റീവ് റോള് നമ്മൾ ഇതിന് പറയുമ്പോൾ തന്നെ അത് എന്നേക്കുമായിട്ടുള്ള ഒരു രംഗമായി നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഇതിൽ ഒരു പുനഃപരിശോധന എന്നല്ല, അത് തീർച്ചയായിട്ടും പിൻവലിക്കാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കണം. കാരണം മതം ഒരു മാനദണ്ഡമാക്കി സംവരണം കൊടുക്കുന്നത് നമ്മുടെ ഭരണഘടനയ്ക്കും കോടതി വിധികൾക്കും നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യത്തിനും നിരക്കുന്ന കാര്യം അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.